ഞാൻ ഈ വർഷത്തിൽ ദൈവം തന്ന ആലോചനയായിരുന്നു ഫ്രഷ് ഓയിൽ ആൻഡ് ന്യൂ വൈൻ. ഞാൻ ഫ്രഷ് ഓയിൽ എന്നാ അതിന് മലയാളത്തിൽ എന്നാ പറയുന്നത്? പുതിയതല്ല, പുതിയ വീഞ്ഞ, അതും ഓക്കെ. ഫ്രഷ് എന്നാ പറയാ? അതും പുതിയതാണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ റിഫ്രഷ് ആവത്തില്ല. നമ്മൾ ഈ ടൊമാറ്റോ മേടിക്കുമ്പോൾ ഫ്രഷ് ആണോ എന്ന് ചോദിക്കത്തില്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിന് മുൻപ് കുട്ടയിൽ വെച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്യുന്നതല്ല, അന്നേരം മരത്തിലിരുന്ന് എടുത്തോണ്ട് വരത്തില്ല. ഫ്രഷ് ഇപ്പം പറിച്ച് എടുത്തോണ്ട് വന്ന്, അതാണ് ഫ്രഷ് ഓയിൽ എന്ന് പറയുന്നത്. ആമേൻ. ഞാൻ 1-ാം തീയതി 1-ാം തീയതി ദൈവവചനത്തിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടെ അത് നിങ്ങളെല്ലാവരും മെസ്സേജ് കേട്ടത്. ഞാൻ അവിടെ നിൽക്കാതെ കുറച്ച് മുൻപോട്ട് പോകാം. പക്ഷേ ഫ്രഷ് ഓയിലിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ മീനിങ് എന്നാന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം. വേഗത്തിൽ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ വർഷം ഫ്രഷ് ഓയിൽ റെപ്രസെൻറ്റ്സ്, അത് കാണിക്കുന്നത് സ്പിരിച്വൽ റിന്യൂവൽ ആൻഡ് റിഫ്രഷ്മെൻറ്റ്സ്. ഈ ഫ്രഷ് ഓയിലിൻ്റെ പ്രത്യേകത, ഈ വർഷം ദൈവം സ്പിരിച്വൽ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ ഒരു പുതുക്കം ദൈവം നൽകാൻ പോകുന്നു, റിഫ്രഷ് ചെയ്യാൻ പോകുന്നു. രണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, വീണ്ടും ഞാൻ ആവർത്തിക്കാം. 2, രോഗസൗഖ്യം, ഹീലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ. രോഗസൗഖ്യവും ദൈവത്തിൻ്റെ പുനഃസ്ഥാപനം, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, നഷ്ടപ്പെട്ട സമാധാനത്തെ, നഷ്ടപ്പെട്ട ഐക്യതയെ, നഷ്ടപ്പെട്ട ദൈവസ്നേഹത്തെ, നഷ്ടപ്പെട്ട സമ്പത്തിനെ, നഷ്ടപ്പെട്ട ജോലിയെ ദൈവം മടക്കി തരുന്ന വർഷമായിരിക്കും. ഹല്ലേലൂയ. നമ്പർ 3, ജോയ് ആൻഡ് സെലിബ്രേഷൻ. ഈ ഫ്രഷ് ഓയിൽ വരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സന്തോഷത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ കാണിക്കുന്നതല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പണം കൊടുത്ത് മേടിക്കുന്നതല്ല, അത് ആത്മാവിൽ ഉണ്ടാകുന്ന സന്തോഷം. ഈ സന്തോഷം വരുമ്പോൾ നീ സെലിബ്രേറ്റ് ചെയ്യുക. സ്വോത്രം പറയാത്ത വ്യക്തി പോലും തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്തും. 4, ഈ ഫ്രഷ് ഓയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു കോൺസെൻട്രേഷൻ ആൻഡ് അനോയിൻറ്റിങ് ഫോർ സർവീസ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ചിലതിനെ ദൈവം അഭിഷേകം ചെയ്ത്, അത് കൊച്ചു തലമുറ ആണെങ്കിൽ പോലും അഭിഷേകം ചെയ്ത് അവരെ വേർതിരിക്കും ദൈവത്തിന് വേണ്ടി. ഇവൻ എനിക്കുള്ളവൻ, ഇവൾ എനിക്കുള്ളവൾ, ഈ കുടുംബം എനിക്കുള്ളത്, ഈ കുടുംബം എൻ്റെ നാമത്തിനുള്ളത്, എൻ്റെ വേലയ്ക്കുള്ളവരെന്ന് വേർതിരിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് ദൈവാത്മാവ് ആലോചന വ്യക്തമാക്കുന്നു. ഇനി ന്യൂ വൈൻ, പുതിയ വീഞ്ഞ്. സെയിം തിങ്, പുതിയ വീഞ്ഞ്. ഈ വീഞ്ഞും ഓയിലും ഈ എണ്ണയും രണ്ടും റിപ്രസെൻറ്റ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. സ്പിരിച്വൽ റിനവൽ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. ഈ മുന്തിരിച്ചാറിൻ്റെ അനുഭവം വന്ന നിങ്ങളുടെ ആത്മീയമായ ഒരു പുതുക്കവും അതിൻ്റെ കൂട്ടത്ത് നിന്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. Come on somebody. മനസ്സിലാകുന്നവർ മാത്രം ഒരു ആമേൻ പറ. എൻ്റെ ജീവിതം എപ്പോൾ ഉണക്ക സൂത്രത്തിൽ പറഞ്ഞിട്ട് പോകുന്നതല്ല, എൻ്റെ ജീവിതത്തെ ദൈവം ആകപ്പാടെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ അല്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറും, എൻ്റെ ആരാധനയ്ക്ക് മാറ്റം വരും, എൻ്റെ കാഴ്ചപ്പാടിന് മാറ്റം വരും, എൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ വർധനമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, joy and celebration, same thing. 3, abundance and prosperity, സമൃദ്ധിയും വർധനയും. ഇത് രണ്ടും ഉണ്ടാകും.
സമർത്ഥ്യം, അബൻഡൻസ് ആൻഡ് ദ പ്രോസ്പെരിറ്റി. മുന്തിരിച്ചാറ് എവിടെ ഉണ്ടോ അവിടെ എല്ലാ സമർത്ഥ്യവും ഉണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ കണക്ഷൻ കൊണ്ടുവരാം. എണ്ണയും മുന്തിരിച്ചാറ്. നമ്മുടെ പ്രധാന വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 10:34. നല്ല സമരിയക്കാരൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ എണ്ണയും വീഞ്ഞും പകർന്നു. ആമേൻ. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഭയങ്കര വിടുതലുകൾ നടക്കും. ഈ വർഷം സഭയ്ക്ക് ദൈവം പറഞ്ഞത് ഭയങ്കര വിടുതലുകൾ നടക്കാൻ പോകുന്നതാ. വിടുതൽ വരുമ്പോൾ ആ വിടുതൽ പ്രാപിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ താല്പര്യത്തോടെ ഇരിക്കണം. ഒരു പുതുമ നിങ്ങളുടെ അകത്ത് ദൈവം അയക്കാൻ പോകുന്നു. യെസ്. 4, ദ കവനന്റ് ആൻഡ് ഗോഡ്സ് കിങ്ഡം. നാലാമത്തത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവരാജ്യത്തോടൊരു ഉടമ്പടി. ദൈവരാജ്യത്തോടൊരു ഉടമ്പടി. അതുകൊണ്ടാണ് ഞാൻ കിങ്ഡമിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ എങ്ങനെ ഉടമ്പടി ചെയ്യും? ഇതിനെപ്പറ്റി എന്ത് ഒരു അറിവില്ലാത്തവർ. നിങ്ങൾക്കറിയാമോ എത്ര രാജ്യമുണ്ട്? അറിയാമോ? ദൈവരാജ്യമുണ്ട്, പിശാചിൻ്റെ രാജ്യമുണ്ട്, മനുഷ്യരാജ്യമുണ്ട്, ലോകരാജ്യമുണ്ട്, വെജിറ്റബിൾ കിങ്ഡം, അനിമൽ കിങ്ഡം, പ്ലാനറ്റ്സ് ഉണ്ട്, ഒത്തിരി കിങ്ഡംസ് ഉണ്ട്. ഇതിനെ പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ മുന്തിരിച്ചാറിൻ്റെ പ്രത്യേകത, മുന്തിരിയുടെ പ്രത്യേകത, സ്തോത്രം, ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യമായിട്ട് ഒരു ഉടമ്പടി പുതുക്കാൻ പോകുന്നു, റിന്യൂവൽ ആകാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആർക്കുള്ള ദൂതാണെങ്കിലും എനിക്ക് വിഷയമല്ല. നിങ്ങൾ ഏറ്റെടുത്തോ, വേണ്ടെങ്കിൽ വിട്ടേറ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ദൈവരാജ്യത്തിന് ആരൊക്കെ കണക്റ്റായിരിക്കുന്നു അവരുടെ വീട്ടിൽ പ്രോസ്പെരിറ്റി അല്ല, മുന്തിരിച്ചാറിൻ്റെ അനുഭവം കുറയത്തില്ല. ആമേ. ഇനി 3 രീതി അഭിഷേകമുണ്ട്. ഞാൻ അന്ന് 1-ാം തീയതി തൊട്ടത് സൗലിനെ അഭിഷേകം ചെയ്തു. എങ്ങനെ അഭിഷേകം ചെയ്ത്? ഒരു വാക്യം വായിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്. എന്ത് പാത്രം എടുത്ത്? തൈലപാത്രം. അപ്പം തൈലപാത്രം കൊണ്ട് അഭിഷേകം ചെയ്തത്. അമ്മേ ശ്രദ്ധിക്കണം. 1-ാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് തൈലപാത്രത്തിലിരുന്ന. ഈ പാത്രം എന്ന് പറയുന്നത് നാച്ചുറല, മനുഷ്യനുണ്ടാക്കിയതാ. അമ്മേ. സൗലിനെ അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ചരിത്രം വായിച്ച ഇസ്രായേൽ ജനത്തെ സൗലിൻ്റെ കാലത്ത് ഇവനെ രാജാവാക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നത് ശമൂവേലായിരുന്നു. ശമൂവേൽ 3 ഓഫീസിനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. 1, അവൻ ന്യായാധിപതിയായിരുന്നു. 2, അവൻ പ്രവാചകനായിരുന്നു. 3, അവൻ പുരോഹിതനായിരുന്നു. 3 ഓഫീസും ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവനാണ് ശമൂവേൽ. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ഇരുന്നപ്പം മറ്റുള്ള രാജ്യക്കാരെ നോക്കുമ്പോൾ അവർക്ക് രാജാക്കന്മാരുണ്ട്, അവർക്ക് മന്ത്രിമാരുണ്ട്, അവർക്കൊരു സിസ്റ്റമുണ്ട്. പക്ഷെ നമുക്കിതൊന്നുമില്ല. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ കണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ ഇസ്രായേൽ ജനത്തിന് ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം. സ്തോത്രം. ഞങ്ങൾക്കൊരു രാജാവ് വേണം. ഈ പെറ്റീഷൻ ദൈവത്തിലേക്ക് ശമൂവേൽ കൊണ്ടുപോയി വെച്ചു. ദൈവം ഒരു വാക്ക് പറഞ്ഞു, ശമൂവേലേ, നീ വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. അവർ നിന്നെ അല്ല തള്ളിക്കളഞ്ഞത്, അവർ എന്നെയാണ് തള്ളിക്കളഞ്ഞത്.
ചിലപ്പോൾ മാനുഷിക ബുദ്ധിയിൽ എടുക്കുന്ന പ്ലാനും പദ്ധതി നിങ്ങൾ ഓർക്കുക. സമൂഹലിനെയാണ് തള്ളിക്കളഞ്ഞ. നോ 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 നോ, യു ആർ റിജക്റ്റിംഗ് ഗാഡ്. അവിടെ ദൈവം പറയുന്നു, അവർ നിന്നെ അല്ല സമൂഹലെ, എന്നെയാ തള്ളിക്കളഞ്ഞത്. അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൗലിനെ രാജാവാക്കി അവരൊരു രാജ്യം പണിഞ്ഞു. അങ്ങനെ മുൻപോട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം സ്തോത്രം, അവൻ തലവേദനയായി തുടങ്ങി. അത് കഴിഞ്ഞപ്പം അങ്ങനെയാണ് അവന് ഏത് പാത്രത്തിലാ? എണ്ണപ്പാത്രത്തില്, തൈലപാത്രത്തിൽ അവന് അഭിഷേകം ചെയ്തത്. തൈലപാത്രം പശുറല്ല, മനുഷ്യൻ ഉണ്ടാക്കിയതാ. ദാവീദിനെ അഭിഷേകം ചെയ്തപ്പം എങ്ങനെ അഭിഷേകം ചെയ്തത്? 1 സമൂവേൽ 16 അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് കൊമ്പ് എന്ന് പറഞ്ഞ എന്നാ? ഇത് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. കൊമ്പ് ആട്ടിന്റെ കൊമ്പ. ഹലോ, ആട്ടിന്റെ കൊമ്പ. ഈ ആട്ടിന്റെ കൊമ്പ് മനുഷ്യൻ നിർമ്മിച്ചതല്ല, ദൈവം സൃഷ്ടിച്ചതാ. സ്വത്രം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം പറയുന്നു, ഐ ഫൗണ്ട് എ കിങ് ഫോർ മീ. എനിക്കൊരു രാജാവിനെ ഞാൻ കണ്ടെടുത്തു. എനിക്കൊരു രാജാവിനെ. ജനത്തിന് രാജാവ് വേണമായിരുന്നു, അത് ജനം തെരഞ്ഞെടുത്തു. അത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു, അവർ കൈകൊണ്ടുണ്ടാക്കിയതായിരുന്നു. പക്ഷെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ആമേൻ. ഇനി കൊമ്പിനെ കുറിച്ച് ഞാൻ വർണ്ണിച്ചു. കൊമ്പ് 2 കാര്യങ്ങളെ കാണിക്കുന്നു. പ്രവചനമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വർഷം 2025 ഈ കൊമ്പ് 2 കാര്യം കാണിക്കുന്നു. ഒന്ന്, ഹോണർ കൊണ്ടുവരും. ഹോണർ, മാന്യത കൊണ്ടുവരും. നിന്റെ അങ്ങ് മാറും. നിന്നെ ദൈവം ഉരുട്ടി മാറ്റും. നീ മാനിക്കപ്പെടും. നിന്റെ ദുഃഖത്തെ മാറ്റി ദൈവം നിന്റെ അയച്ചിട്ട് അവൻ നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു. അവൻ സന്തോഷം ഉടുപ്പിക്കാൻ പോകുന്നു. നമ്പർ 2, രണ്ടാമത്തത്, ഈ കൊമ്പ് ശക്തിയെ കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, കാട്ടുപോത്തിന്റെ ബലം അവനിൽ വ്യാപരിക്കും. ആമേ. കാട്ടുപോത്തിന്റെ പ്രത്യേകത, അവന്റെ ശത്രുക്കളെ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? സ്വത്രം, ഇരച്ചു ഓടിക്കുമെന്നോ? എന്താ അത് മലയാളത്തിൽ? എങ്ങനെ, എനിക്ക് ആ പദം കിട്ടില്ല. വാക്യം വായിച്ചൊക്കെ. ആവർത്തന പുസ്തകം 33:17. അവന്റെ കടിഞ്ഞൂൽ കൂട്ടൻ അവന്റെ പ്രതാപം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ, അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമാവാസികളെയും വെട്ടി ഓടിക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല ട്രാൻസ്ലേഷൻ ശരിയാണെങ്കിൽ. സ്വത്രം, കൊമ്പ് കൊണ്ട് എങ്ങനെ വെട്ടി ഓടിക്കുന്നേ? കുത്തി ഓടിക്കും ഇങ്ങനെ, അല്ലയോ? സ്വത്രം എന്ന് പറഞ്ഞ ഈ കൊമ്പിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. സങ്കീർത്തനം 44:3 ഒന്ന് വായിച്ചേ. തങ്ങളുടെ വാളുകൊണ്ടല്ല അവൻ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കയില്ല, എന്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. ദൈവമേ, നീ എന്റെ രാജാവാകുന്നു, യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. സ്വത്രം പറഞ്ഞാട്ട് ഈ വർഷം അത് സംഭവിക്കും. ആമേൻ. ശത്രുക്കളെ തള്ളിയിടുന്ന ബലം നിന്റെ അകത്ത് ദൈവം തരും. അത് സ്വന്തം ബലമല്ല, നിന്നാൽ. അതിന്റെ പുറകിൽ ഭയങ്കര ദൂതുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, വേഗത്തിൽ മുൻപോട്ട് പോകാം. വായിച്ചോ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. നിന്റെ നാമത്തിൽ ഞങ്ങൾ ചവിട്ടിക്കളയും. പ്രൈസ് ഗോഡ്. അതാണ് കൊമ്പിനെ കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം 2 ലെവലിന്റെ അഭിഷേകമാണ്. ഇതിന്റെ അടുത്ത പടി എന്ന് പറയുന്നത് 89-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ അഭിഷേകത്തിൽ ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. അവൻ്റെ കൊമ്പിനെ ദൈവം ഉയർത്തും.
അത് കഴിഞ്ഞിട്ട് അവൻ്റെ രാജ്യത്തെ സ്ഥിരപ്പെടുത്തും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി അത് വായിച്ചാൽ മതി, ഞാനത് പ്രസംഗിക്കുന്നില്ല. എനിക്ക് മൂന്നാമത്തെ ലെവലിലേക്ക്, ഈ അനോയിൻറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ ലെവലിലേക്കാണ് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നത്. മൂന്നാമത്തെ ലെവൽ അതിന് വായിക്കാം. സക്കറിയാവിന്റെ പുസ്തകം 4:14. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് വായിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ, പാറിപ്പോകുന്ന ഒരു ചുരുൾ കാണുന്നു, അതിന് 20 മുഴം നീളവും. 12 വായിച്ചോ സിസ്റ്റർ. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സൺസ് ഓഫ് ഓയിൽ എന്ന് പറഞ്ഞ എണ്ണയുടെ മക്കളെന്ന്. സ്തോത്രം. ഒന്ന് തൈലപാത്രം, 2 കൊമ്പ് കൊണ്ട് അഭിഷേകം ചെയ്തതാ. പക്ഷെ മൂന്നാമത്തത്, സ്തോത്രം, ഇതിന് പേര് തന്നെ സൺസ് ഓഫ് ഓയിൽ എന്ന്. ഈ അനോയിന്റിംഗ് ആണ് അന്ത്യകാലത്തിൽ ദൈവം സഭയ്ക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോകുന്ന അഭിഷേകം. സ്തോത്രം. ഇവർ പ്രത്യേകമായിട്ട് ഉപവസിക്കേണ്ട, പ്രത്യേകമായിട്ട് വേർപെട്ട് 21 ദിവസം ഉപവാസത്തിൻ്റെ മധ്യത്തിൽ കിട്ടുന്ന അനുഭവമല്ല. ഇവരെ കൂടെ തന്നെ എപ്പോഴും ഇവർ ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് 3rd ലെവൽ അനോയിന്റിംഗ്. മൂന്നാമത്തെ ലെവല്, ആമേ പാസ്റ്ററെ എങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഈ തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെ, തൈലം ഉൽപാദനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന്, അഭിഷേകം തൈലത്തിന് ഈ ഒലിവ് വൃക്ഷത്തിലിരുന്ന് ഒലിവ് കായ്കളെ കൊണ്ടുവന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് അങ്ങനെയാണല്ലോ ഓയിൽ എടുക്കുന്നത്. അത് ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് ദ പ്രോസസ്സിങ് മെത്തേഡ്. അതാണ് പ്രോസസ്സിങ് മെത്തേഡ്. സ്വത്രം. രണ്ടാമത്തെ മെത്തേഡ്, ഇതിന് ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു പ്രോസസ്സിങ് ഇല്ല. ഇത് മരത്തിൽ തന്നെ പഴുത്ത്, സ്വത്രം, ഈ ഓയിൽ തുള്ളി ഇട്ടുകൊണ്ടിരിക്കും. ഇതിൽ കൂടി നടക്കുന്നവൻ്റെ മണ്ടയ്ക്കല്ല ഇത് വിടുന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാ രണ്ടാമത്തെ ഒന്ന് അല്ലല്ല പ്രോസസ്സിൽ കൂടി നടക്കുന്നതും. രണ്ടാമത്തത് അഭിഷേകത്തിന്റെ പ്രത്യേകത, ഈ ചുമ്മാ നടക്കുമ്പോൾ നീ പോകുന്ന സ്ഥലത്ത് ഈ അഭിഷേക തൈലം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സ്വത്രം. അവിടെ ചതയ്ക്കണ്ട, ഇടിക്കണ്ട, പിഴിയണ്ട, ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്നത് പോലെ തന്നെ ഈ അഭിഷേകത്തിലേക്ക് കയറിയ നീ നടന്നു പോകുന്ന ഇടത്ത് ഈ അഭിഷേക തൈലം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അഹരോന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അത് ഒഴുകിയതുപോലെ ഈ ദിവസങ്ങളിൽ അന്ത്യകാലത്തിൽ ദൈവം തന്റെ സഭയുടെ മേൽ ഈ അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യാൻ പോകുന്നു. ഇത് ഏതൊരു വസ്തുവിൽ നിന്നല്ല, തൈലപാത്രത്തിൽ നിന്നല്ല, കൊമ്പിലിരുന്നല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒഴിവ് വൃക്ഷത്തിൽ നിന്ന് തന്നെ ഒഴുകാൻ പോകുന്നു. എത്ര പേർക്ക് പിടികിട്ടിയോ എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വാതുറന്ന് പറ ഹല്ലേലൂയ. ദൈവമായിട്ടൊരു ബന്ധം, പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധം ഞാൻ ഇതുവരെ കാണാത്തതുപോലെ, അനുഭവിക്കാത്തതുപോലെ ദൈവമായിട്ടൊരു സ്നേഹബന്ധം അടുപ്പം എനിക്ക് വരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, പ്രോസസ് ഇല്ലാതെ ഈ കാര്യങ്ങൾ നടക്കും. നോ പ്രോസസ്സിങ്, നോ വെയിറ്റിംഗ് പീരീഡ്. ദൈവം ഇത് ചെയ്യുമെന്ന്. ആമേൻ. ഇനി പുതിയ നിയമത്തിൽ ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ എവിടെ പോയാലും ഈ ഓയിലിൻ്റെ മാർക്ക് ഇരിക്കും. എവിടെ പോയി ഒരു രോഗിയെ തൊട്ട അവിടെ വിടുതൽ നടന്നിരിക്കും. നിങ്ങൾ കോളേജിൽ പോയാലും, വീട്ടിലിരുന്നാലും, സഭയിൽ പോയാലും, നിങ്ങൾ റോട്ടിൽ പോയാലും, ബസ്സിൽ കയറിയാലും ഈ അനോയിന്റിങ്ങിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും.
ഇത് മാനിഫെസ്റ്റേഷനെ കാണിക്കുന്നതാ, ബാഹ്യ പ്രകടനങ്ങളെ കാണിക്കുന്നത്. ആമേ ആമേ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൽ ക്രിസ്റ്റോസ് അഭിഷക്തൻ, ക്രിസ്റ്റോസ്, അവിടെ നിന്നാണ് ക്രിസ്ത്യാനി എന്ന പദം വന്നത്. ക്രിസ്റ്റോസ്, ഈ അഭിഷേകമുള്ളവനെ കണ്ട അറിയാം. സ്തോത്രം. അവന് ഒരു വലിയ എന്നാ പറയുന്നത്, കാണുന്ന രീതിയിൽ ഒരു പ്രചാരണം ഒന്നും വേണ്ട. സ്തോത്രം. നമുക്കറിയാം, ആത്മാവിൽ നിറഞ്ഞവരെ കണ്ടറിയാം, അവരുടെ മുഖം കണ്ടറിയാം. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുന്നത്, ചിലർ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടോണ്ട് വരും, പക്ഷെ ലവ്ലി ആയിട്ട് കാണത്തില്ല. ആമേ. പക്ഷെ ഒന്നും ഇടാതെ തന്നെ ചിലർ ദൈവത്തിൻ്റെ തേജസ് അവരുടെ മുഖത്ത് കാണാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പർവ്വതത്തിലിരിക്കുന്ന മോശയെ താഴ്വരയിലിരിക്കുന്ന ജനം കാണുമ്പോൾ അറിയാം അവൻ്റെ മുഖം പ്രകാശിക്കുന്നു. ദൈവത്തിൻ്റെ പാദത്തിൽ ഇരുന്നിട്ട് വരുന്നവനും അല്ലാതെ വരുന്നവനും കണ്ട തിരിച്ചറിയും എന്നതാണ് അതിൻ്റെ വാസ്തവം. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ അഭിഷേകം ഇല്ലാത്തവനെ കണ്ട തിരിച്ചറിയാം. അഭിഷേകം നഷ്ടപ്പെട്ട സൗലിനെ കണ്ട തിരിച്ചറിയാം. അഭിഷേകമുള്ള ദാവീദിനെ കണ്ട തിരിച്ചറിയാം. അഭിഷേകമുള്ള നിന്നെ കണ്ട അറിയാം. നീ പോകുന്ന ഇടത്ത് ഭൂതങ്ങൾ വിറയ്ക്കും. അധികാരം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. ദാവീദിന്റെ മേൽ അഭിഷേകം, ദാവീദിന്റെ മേലെ എണ്ണ ഒഴിച്ചപ്പോൾ അഭിഷേകം വന്നു. ആമേ. അവൻ അഭിഷക്തൻ എന്ന് വിളിച്ചു. പക്ഷെ യേശുവിന് അങ്ങനല്ല. എൻ്റെ മേൽ ആത്മാവുണ്ട് എന്ന് പറഞ്ഞ ഡയറക്റ്റ് കണക്ഷനാണ്. അതാണ് തേർഡ് ലെവൽ അനോയിന്റിങ്. നിങ്ങൾക്ക് പിടികിട്ടില്ല. ഒന്നുകൂടി പറയാം. ആ ഫ്ലാസ്ക് തന്നെ. സ്തോത്രം. ദാവീദ് ഇരിക്കും പാസ്റ്റർ, കുഴപ്പമില്ല, ഒഴിക്കത്തില്ല, പേടിക്കണ്ട. ദാവീദിന്റെ മേൽ എണ്ണ ഒഴിച്ചപ്പോൾ ഇവൻ അഭിഷക്തൻ എന്ന് പേരായി. ആമേ. പക്ഷേ യേശുവിൻ്റെ കാര്യം വന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4:18 പറയുന്നു, എൻ്റെ മേൽ ആത്മാവുണ്ട്. ഒഴിച്ചതല്ല, ഇത് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ അല്ലല്ല, കൊമ്പ് കൊണ്ടോ തൈലപാത്രം കൊണ്ടോ ഒഴിച്ചതല്ല. യു ആർ കണക്റ്റഡ് വിത്ത് ഗോഡ്. യു ആർ കണക്റ്റഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവായിട്ട് നിനക്കൊരു ബന്ധത്തിലേക്ക് വരുമോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 10:38 പറയുന്നു, നസറത്തുകാരനായ യേശുവിനെ ദൈവം ആത്മാവിലും ശക്തിയിലും, ആത്മാവിലും ബലത്തിലും അവനെ അഭിഷേകം ചെയ്തു. എങ്ങനെ വായിച്ചോ? 10:38. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേളിലുള്ളത് കൊണ്ട് യേശു എവിടെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിടത്ത് പോയാൽ മതി. ഭൂതങ്ങൾ പറയും, സമയത്തിന് മുൻപ് ഞങ്ങളിത് എണ്ണിക്കാൻ വന്നത് എന്തിനാ? നാട്ടുകാർ പറയും, ഇവൻ നസ്രത്തിന്റെ യേശു അല്ലയോ? സ്വത്രം. വീട്ടുകാർ പറയും, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലയോ? പ്രൈസ് ഗാഡ്. യേശുവിന് വലിയ വിലയില്ലെങ്കിലും അമ്മ താൻ പോകുന്ന ഇടത്ത് ശുശ്രൂഷ കാണുമ്പോൾ ജനത്തിൻ്റെ അകത്തൊരു വിറയല. ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള അഭിഷേകം ചിലതിനെ വിറപ്പിക്കണം. അന്ധകാര ശക്തികൾ നിന്നെ കണ്ട് വിറയ്ക്കണം. ഭൂതങ്ങൾ നിന്നെ കണ്ട് അലരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തൈലം ഉണ്ട്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ സഭയ്ക്കുള്ള ദൂതാണ് ഞാൻ പറയുന്നത്. ദ മേജർ ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ്. സഭയുടെ അകത്ത് ഞാൻ പറഞ്ഞു, സഭ എന്ന് പറയുമ്പോൾ മലയാളം സർവീസ് മാത്രമല്ല, വിക്ടറി ഇന്റർനാഷണൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഭയങ്കര മാറ്റങ്ങൾ ദൈവം വരുത്താൻ പോകുക. ദൈവം ചേഞ്ചസ് വരുത്താൻ പോവുക. ആമേ. ചില തലമുറകളെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുക.
ആമേ, ഒരു നെക്സ്റ്റ് ജനറേഷനെ പാസ്റ്റർ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് പറഞ്ഞപ്പം എൻ്റെ ഉള്ളം കത്താൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ഞാൻ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ പുതിയ തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറ വഴിതെറ്റിയ തലമുറ ആകരുത്. നിന്റെ തലമുറ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള തലമുറയായിരിക്കണം. ആമേ, ആമേ. യേശു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടുക. 70 പേരെ വിളിച്ചു, 2 പേരെ വിട്ടു. പോകുമ്പോൾ അവരോട് പറഞ്ഞത് ഭൂതങ്ങളെ കീഴടക്കാൻ. അങ്ങനെയാണല്ലോ മർക്കോസിന്റെ സുവിശേഷം 6:7. അനന്തരം അവൻ 12 അടുക്ക വിളിച്ചു, അവരെ ഈ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. എന്തോ അശുദ്ധാത്മാക്കൾ. അപ്പൊ നിന്റെ മേൽ ഒരു പ്രത്യേക അധികാരം ദൈവം തരും. ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ അഭിഷേകത്തെ അഴിക്കുമ്പോൾ അഭിഷേകം കൊടുക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കാന്. ആമേൻ. ഭൂതത്തെ വലിച്ച് അകത്ത് കയറ്റാനല്ല, ഭൂതത്തെ പുറത്താക്കാന്. കുടുംബത്തിന്റെ അകത്തിരിക്കുന്ന ഭൂതം, ഹല്ലേലൂയ സ്തോത്രം, ആ ദൈവമക്കളുടെ കുടുംബത്തിലോ ഭൂതമോ അതിന് അവസാനം അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും അല്ലാതെ പിശാച് വരുന്നത് ചുമ്മാ വരുത്തില്ല. ആമേ. ചിലർ തകർന്നിട്ടേ ഉള്ളൂ എന്ന രീതിയില. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം വിളിച്ചതും അഭിഷേകം ചെയ്തിരിക്കുന്നത് ഭൂതത്തെ പുറത്താക്കാനാണ്. ആമേ. ഇനി സിസ്റ്റർ അതേ അധ്യായത്തിൽ 6:12-13 ഒന്ന് വായിച്ചേ. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. അടുത്ത പടി, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞ ഈ അഭിഷേകം തൈലമുള്ളവൻ കൈവച്ച രോഗികൾ സൗഖ്യമാകും. ഈ വർഷം യേശുവിന്റെ നാമത്തില് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാലേ വിടുതൽ കിട്ടുമെന്നല്ല, നിന്റെ കൈവച്ച രോഗികൾ സൗഖ്യമാകും യേശുവിന്റെ നാമത്തില്. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ ദൈവമേ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി പറ. എവിടെ നടന്നാലും എവിടെ പോയാലും ഈ അഭിഷേക തൈലം നിന്നിൽ കൂടി ഒഴുകാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴുകാൻ പോകുന്നു. അത് വ്യക്തികളേക്കും ഒഴുകാൻ പോകുന്നു. ഭൂതശക്തികൾ കീഴടങ്ങാൻ പോകുന്നു. രോഗത്തിന്റെ ആത്മാവ് കീഴടങ്ങാൻ പോകുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി എണ്ണ പൂശി. നല്ല സമരിയാക്കാരൻ അവൻ എണ്ണയും വീഞ്ഞും ഒഴിച്ചു, അവൻ പകർന്നു ആ മുറിവിനെ കെട്ടി. നിന്റെ രോഗം സൗഖ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവൻ തൊടണം. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അടുത്ത പദമാണ്. വായിച്ചോ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. പിന്നെ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അതാണ് പോയിന്റ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഞാനല്ല എഴുന്നേൽപ്പിക്കുന്നത്, നിങ്ങളല്ല എഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആ എഴുന്നേൽപ്പിക്കുന്ന എന്ന പദം അത് മൂലഭാഷയില് ഉയർപ്പിന്റെ ശക്തിയെ കുറിച്ച് കാണിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ശവത്തെ ഉയർപ്പിക്കുമ്പോൾ ഉപയോഗിച്ച അതേ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഈ അഭിഷേക തൈലമുള്ളവൻ മരിക്കാൻ കിടക്കുന്നവനെ തൊട്ടാലും അവൻ എഴുന്നേറ്റ് വരും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് മരണവിധി എഴുതിയിട്ടുണ്ടെങ്കിലും നീ കൽപ്പിച്ച അവന്റെ അകത്ത് ജീവൻ ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ എത്ര പേരറിയാം? പാസ്റ്റർ മഞ്ജു ഒരു ഒപ്പുമില്ല, മരിക്കുമെന്ന് വിധി എഴുതിയതാ. ഞാൻ പറഞ്ഞു മരിക്കത്തില്ല. സ്വത്രം. പാസ്റ്റർ നട്ടേഷ് ഞാനാ ഒപ്പിട്ട് കൊടുത്ത. ഡോക്ടർ നിർബന്ധിച്ചു, അടുത്ത എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യണം. ഞാൻ ചോദിച്ചു, ഞാനാണ് അവരെ കുടുംബത്തിൻ്റെ എല്ലാ ചുമതല. അവർ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ എന്ത് പറയുന്ന അതാ. സ്വത്രം. അങ്ങനെ വിശ്വാസികളുണ്ട്.
ഇപ്പം അങ്ങനെയല്ല, പാസ്റ്ററിനെ അറിയാതെ എല്ലാ കാര്യം ചെയ്യത്തുള്ളൂ. സ്വത്രം അത് വേറെ തലതിരിഞ്ഞ വിശ്വാസികളാ. സ്വത്രം ഇവർ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ എന്ത് പറയുന്നു അതാ ലാസ്റ്റ്. സ്വത്രം എൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങ് വർദ്ധിച്ചു. അമ്മേ സത്യം പറയാം, ഒരിടത്ത് ഭാര്യ കരയുക, ഒരിടത്ത് മോൻ കമന്ന് കിടന്ന് കരയുക. എന്ത് ഇവരെ ആശ്വസിപ്പിക്കുമോ? ഡോക്ടർ അവിടെ ഒരു 7 ഡോക്ടേഴ്സ് എന്തോ ഒരുമിച്ച് ക്യാബിൻ്റെ അകത്ത് വിളിച്ച് അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ഹോപ്പ്? എത്ര പെർസെൻറ്റേജ് ഹോപ്പുണ്ട്? എത്ര പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാം? അവർ പറഞ്ഞു 2%. ഞാൻ പറഞ്ഞു ദാറ്റ്സ് എനഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. ഞാൻ സൈൻ ഇട്ട് കൊടുത്തു. സൈൻ ഇടുന്ന മുൻപ് ഞാൻ അവരോട് പറഞ്ഞു, വിത്ത് വൺ കണ്ടീഷൻ, ഐ വാണ്ട് ടു പ്രേ ഫോർ ഹിം ഫസ്റ്റ്. ആമേ. അവർ പറഞ്ഞു ഇഫ് യു ആർ മേക്കിംഗ് എ സിഗ്നേച്ചർ നോ പ്രോബ്ലം, യു ക്യാൻ ഗോ ആൻഡ് പ്രേ എന്ന്. ഞാൻ പറഞ്ഞു സൈൻ ഇട്ടു. അകത്ത് പോയി. എൻ്റെ കൂടെ സാഗറുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഇവർ എന്നാ പറയുന്നത്, എന്നാ അതിനെന്നാ പറയുന്നത്, അഗ്രസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചാടും, അത്രേ ഉള്ളൂ. ബിക്കോസ് ഓഫ് ദറ്റ് ആർട്ടിഫിഷ്യൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് ചാടും, പിന്നെയും കിടക്കുക. ഹാർട്ടിൻ്റെ പൾസൊക്കെ നിന്ന് പോയിരിക്കുക. ഞാൻ ഒറ്റ പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിൽ മരണദൂതനെ ഞാൻ ശാസിക്കുന്നു, ജീവനുണ്ടാകട്ടെ. ആമേൻ. അന്ന് രാത്രി ഞാൻ അവിടെ പ്രാർത്ഥിച്ച് അടുത്ത വാർത്ത കേൾക്കുന്ന എന്നറിയോ, അമ്മച്ചിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാമോ സ്വത്രം ഈ എന്നാ ഉന്തിൻ്റെ ഇടയ്ക്ക് ഒരു തൊഴിയൊന്നും കിട്ടിയതുപോലെ ഒന്നിനെ പ്രവർത്തിച്ച് വിടുവിക്കാൻ പോയതാ. അടുത്ത് എനിക്ക് വെച്ചിരിക്കുക എൻ്റെ അമ്മയുടെ വിഷയം. ഞാൻ പറഞ്ഞു ഇനി പിശാചേ എന്ത് വന്നാലും ഇവർ 2 പേർക്കും ഒരു ദോഷം സംഭവിക്കത്തില്ല, ദൈവം കൂടെ ഉണ്ട് എന്ന്. ആമേ. അന്ന് രാത്രി മൊത്തം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല. അന്ന് രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. വെളുപ്പിലെ ഒരു 4:30-5 മണിയായപ്പോൾ ഞാൻ കിടന്നു. ഹല്ലേലൂയ. അടുത്ത ദിവസം കേൾക്കുന്ന വാർത്ത റിക്കവറായി. അമ്മച്ചി അവിടെ റിക്കവറായി, നട്ടേഷ് പാസ്റ്റർ റിക്കവറായി, ജീവൻ വ്യാപരിച്ചു, വിടുതൽ കിട്ടി. ഇന്ന് സന്തോഷത്തോടെ സുവിശേഷ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം മരണക്കിടക്കിൽ കിടക്കുന്നതിനെ പോലെ ഇന്നത്തെ ഈ 2025 ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അങ്ങനത്തെ ഒരു അഭിഷേകം, ആ 3ാമത്തെ ലെവലിന്റെ അഭിഷേകം ചില വ്യക്തികളുടെ മേൽ, ചില ജനറേഷൻ മേൽ ദൈവം റിലീസ് ചെയ്യുന്നു. ദിസ് ഈസ് ഡയറക്റ്റ് ഫ്രം ദ സോഴ്സ്. ദൈവത്തിലിരുന്ന് നേരെ ഈ മുന്തിരി ഈ ഒലിവിൻ്റെ അതിൻ്റെ മരത്തിൻ്റെ അടുത്ത് പോയി ആ പഴുത്ത് നിൽക്കുന്നതിൽ തുള്ളി ഇട്ടോണ്ടേയിരിക്കും. ഇത് പറഞ്ഞ നീ പറിക്കണ്ട, നീ പിഴിയണ്ട, നീ ചതയ്ക്കണ്ട, ഒന്നും പ്രൊസീജിയർ വേണ്ട, പക്ഷേ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അഭിഷേകത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോകുന്നു. ഹല്ലേലൂയ. ഈ സഭയെ ദൈവം നടത്താൻ പോകുന്നു. ആമേൻ. ഇനി 2-3 കാര്യങ്ങൾ. ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചിലർ വാഗ്ദത്തത്തിലേക്ക് കയറാൻ പോകുന്ന വർഷമായിരിക്കും. ഈ വാഗ്ദത്തം കേട്ട് തഴമ്പിച്ചിരിക്കുന്നതല്ല, വാഗ്ദത്ത ഭൂമിയിലേക്ക് നിങ്ങൾ കാലുകുത്തുന്ന ആ മണ്ഡലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. ഈ വർഷം എഴുതി വെച്ചോ. വാഗ്ദത്തം കേട്ടത് മാത്രമല്ല, വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന് അവരെ മരുഭൂമിയിൽ നടത്തി. 40 കൊല്ലം അവരെ മരുഭൂമിയിലാണ് നടത്തിയത്. മരുഭൂമിയിൽ അവർക്ക് ദൈവം കൊടുത്തത് എണ്ണ ഇല്ലായിരുന്നു, മന്ന മാത്രമായിരുന്നു. എന്നായിരുന്നു ഈ മന്നയുടെ പ്രത്യേകത? എന്ന് സ്വത്ര
ഈ എണ്ണയുടെ മണം മാത്രമേ ഉള്ളൂ ഇതിന്. എണ്ണയുടെ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യം. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. മന്നയും പൊഴിയും. ജനം കുടുംബമായി ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്കും അനിഷ്ടമായി. 11:9 അതെ. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. മന്ന പൊഴിഞ്ഞു. ഓക്കെ, അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല. 8 ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. സ്വത്രം. എണ്ണ ചേർത്ത ദോശ പോലെ. സ്വത്രം. അപ്പൊ ഇവർക്ക് എണ്ണ ഒഴുക്കില്ല. മരുഭൂമിയിൽ ഇത് ഞാൻ ദൂത് പറയാനാണ് ഇത് പറയാൻ വരുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മരുഭൂമിയുടെ അവസ്ഥ ഈ വർഷം കാണത്തില്ല. 2025 നീ കാണത്തില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് പറഞ്ഞു, മരുഭൂമിയുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ നിന്റെ വാഗ്ദത്തം കേട്ടത് മാത്രമല്ല, നീ വാഗ്ദത്ത ഭൂമിയിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുന്ന സമയത്തിലേക്ക് നിങ്ങൾ എത്തി. മനസ്സിലാകുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇനി അടുത്ത വെളിപ്പാട് ഞാൻ പറഞ്ഞേക്കാം. മരുഭൂമിയിൽ ഒലിവ് വൃക്ഷം കാണത്തില്ല. സ്വത്രം. മരുഭൂമിയിൽ ഒലിവ് വൃക്ഷം കാണത്തില്ല. മരുഭൂമിയിൽ മന്ന മാത്രമേ ഉള്ളൂ. സ്വത്രം. ഇനി ശേഖരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് എണ്ണ കാണും. ശേഖരിച്ചു വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ട്. പക്ഷെ വാഗ്ദത്ത ഭൂമിയിൽ നീ കാല് കുത്തുമ്പോൾ അവിടെ ഈ എണ്ണ, അതിനെന്നാ പറയുന്നത്, ഒലിവ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നീ കേറുന്നത് തന്നെ അങ്ങോട്ടാ. ഇച്ചിരി എണ്ണ 21 ഉപസിച്ചപ്പം കിട്ടിയതാ. സ്വത്രം. അത് 1 മാസം ആയപ്പം അതിൻ്റെ മണവും പോയി. ഇനി അടുത്ത് എപ്പോഴാ പ്രവാചകൻ വരുന്നു? സ്വത്രം. പ്രവാചകൻ വരുന്നുണ്ട്. സ്വത്രം. അന്നേരം ഒരു മണം, എണ്ണയുടെ മണം. സ്വത്രം. ഇനി ആ അവസ്ഥ അല്ല. നീ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ നീ പോകുന്ന ഇടത്തല്ല, ഈ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വത്രം പറഞ്ഞാട്ടെ. കുറേ നേരം കൊണ്ട് ഇരിക്കുന്ന കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് സ്വത്രം പറഞ്ഞാട്ടെ. ഇനി ഈ അനുഭവത്തിൽ നിന്റെ മരുഭൂമിയുടെ സമയം തീരാറായി. നിന്റെ ഉണങ്ങിയ അവസ്ഥയ്ക്ക് അവസാനം വരാൻ പോകുന്ന, നീ പച്ച പിടിക്കാൻ പോകുന്ന, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേക തൈലം ഒഴുകാൻ പോകുന്ന, നീ പോകുന്ന ഇടത്തല്ല ഇതിന്റെ പാട് നീ കാണും, ഇതിന്റെ നന്മ നീ കാണും. യെസ്, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. ഇന്ന് സഭ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. മലയാള സഭയോട് ദൈവം പറഞ്ഞ ദൂതുകൾ, അതിന്റെ നിവർത്തീകരണം. ഈ സർവീസിൽ വരുന്ന കുടുംബങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അതിന്റെ നിവർത്തീകരണത്തിലേക്ക് നീ കാലുകുത്താൻ പോകുന്നു. യേശുവിന്റെ നാമത്തില് ആ മരുഭൂമിയുടെ സമയം തീർന്നു, ആ ഉണങ്ങിയ സമയം തീർന്നു, വാടിയ സമയം തീർന്നു, പച്ച കാണാത്ത സമയം തീർന്നു. ഇപ്പോൾ മുതൽ നീ പച്ച പിടിക്കാൻ പോകുന്നു. നിന്റെ മേൽ അഭിഷേക തൈലം ഒഴുകാൻ പോകുന്നു. ആവർത്തന പുസ്തകം 6:11. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങൾ നിനക്ക് തരികയും. അന്ന് പറഞ്ഞ സ്വത്രം. മരുഭൂമിയിൽ നിനക്ക് മന്ന മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷെ വാഗ്ദത്ത ദേശത്തിൽ നീ കാല് കുത്തുമ്പോ നിനക്കറിയാതെ തന്നെ നിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തീകരിച്ച്, നീ കുഴിക്കാത്ത കിണറ്, നീ പണിയാത്ത പവന്, ഹല്ലേലൂയ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ട്, ഒലിവ് തോട്ട് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്.
അതാണ് വാഗ്ദത്ത ഭൂമിയിലേട്ട് നീ കാലുകുത്തുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പൊ നോക്കണേ, മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും ഒരുമിച്ച് വരിക. എണ്ണ ഉള്ളവന്, സ്വത്രം, എണ്ണ ഉള്ളവന്റെ പുറകിൽ മുന്തിരി ഉണ്ടായിരിക്കും. അഭിഷേകം ഉള്ളവന്റെ പുറകിൽ പ്രോസ്പെറിറ്റി ഉണ്ടായിരിക്കും. ഐ ആം ടെല്ലിങ് യു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ കടത്തിൽ ജീവിക്കത്തില്ല, നീ സമൃദ്ധിയോടെ ജീവിക്കും. നീ വായ്പ മേടിക്കുകയില്ല, വായ്പ കൊടുക്കുമാറാക്കും എന്ന് പറഞ്ഞ അത് സമൃദ്ധിയുടെ ലക്ഷണമാണോ? ആവർത്തന പുസ്തകം 28 പറയുന്നു, നീ വായ്പ മേടിക്കുകയില്ല. ഈ എണ്ണയിൽ തുടങ്ങിയവൻ അവൻ വീഞ്ഞിൽ അവസാനിക്കത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, എണ്ണയിൽ തുടങ്ങിയതാണെങ്കിൽ വീഞ്ഞിലെ അവസാനിക്കത്തുള്ളൂ. എണ്ണയില്ലാതെ വീഞ്ഞ് വിട്ട് പിരിഞ്ഞ് നിൽക്കത്തില്ല. ദൈവം നിനക്ക് വാഗ്ദത്തം നിവർത്തീകരണം ചെയ്യുമ്പോൾ നീ കെട്ടാത്ത ഭവനം, നീ കുഴിക്കാത്ത കിണർ, നീ നെട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും എന്നാ ഒലിവ് തോട്ടവും, സ്വത്രം, നീ നെട്ടുണ്ടാക്കിയതല്ല, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. 2025 എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന്. എത്ര ഗോത്രമുണ്ട്? കറക്റ്റായിട്ട് പറയണം. അന്നേരം പെട്ടെന്ന് പറഞ്ഞു സ്വത്രം. പാസ്റ്റർ 12 എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പോടെ പറഞ്ഞു 12 എന്ന്. സ്വത്രം 12 ഗോത്രം ഏതൊക്കെയെന്ന് പറഞ്ഞ്. ഓക്കെ, ഇതില് പുരോഹിത ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത ഗോത്രം ഏതാ? ദേവിയോ? ലേവി. ലേവി. എല്ലാവരും ഉറക്കെ പറഞ്ഞ ലേവി. ലേവി ഗോത്രത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി. പാസ്റ്റർ ഇങ്ങോട്ട് വാ. പാസ്റ്റർ ലേവി. ഇപ്പോൾ ഇനി ബാക്കി എത്ര ഗോത്രമുണ്ട്? 11 ഗോത്രമുണ്ട്. കറക്റ്റ്. നിങ്ങൾക്ക് കുറച്ച് മാത്തമെറ്റിക്സ് പഠിപ്പിക്കാൻ പോവാ. 11 ഗോത്രം. 11 ഗോത്രക്കാരും തൈത്ത് ആർക്കാ കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേ? ലേവിക്ക്. ആമേ. 11 ഗോത്രക്കാർ. അപ്പോൾ ഓരോരോ ഗോത്രക്കാരൻ 100 രൂപ അധ്വാനിച്ചു. അവർ ബിസിനസ് ചെയ്തോ, ജോലി ചെയ്തോ, ഇല്ല ആട് വിറ്റോ, കോഴി വിറ്റോ, എങ്ങനെ 100 രൂപ അവർ ആ മാസത്തിൻ്റെ വരുമാനം. ഓക്കെ. അപ്പം 100 രൂപയിൽ അവരെത്ര തൈത്ത് കൊടുക്കണ്ടേ? പലിശയ്ക്ക് മേടിക്കുന്നതല്ല, 10 തൈത്ത് കൊടുക്കണം. സ്വത്രം. ചിലർക്ക് 110 എന്ന് പറഞ്ഞത് മനപ്പാടവാ. തൈത്തല്ലാതെ പലിശയാ. സ്വത്രം. എൻ്റെ പൊന്നേ, സ്വത്രം. എൻ്റെ പൊന്നു പാസ്റ്ററേ, ഇങ്ങനെ ചതിക്കരുതായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വരത്തില്ലായിരുന്നു എന്ന്. ഓക്കെ. 100-ന് 10 രൂപ തൈത്ത്. ഓക്കെ. അപ്പം നിങ്ങളുടെ 11 പേരുടെ കയ്യിൽ, അപ്പം ഓരോരോ ഗോത്രത്തിൽ എത്ര ബാലൻസ് ഉണ്ട്? ബ്രദറെ 100 ഉണ്ടായിരുന്നു, 10 എടുത്താൽ ഇനി എത്ര ഉണ്ട്? എത്ര ഉണ്ട്? 90. ഇപ്പൊ 11 പേരുടെ കയ്യിൽ എത്ര ഉണ്ട്? 11 പേരുടെ കയ്യിൽ എത്ര ഉണ്ട്? 90 വീതം. പാസ്റ്റിന് എത്രയായി? അപ്പൊ പാസ്റ്റിനെ അനുഗ്രഹിച്ച് നിങ്ങൾ കുശുമ്പ് പിടിച്ച കാര്യമുണ്ടോ? നിങ്ങൾക്ക് പിടികിട്ടിയില്ല. നിങ്ങൾ അധ്വാനിച്ചതാ, നിങ്ങൾ ജോലി ചെയ്യുന്നതാ. പക്ഷെ പ്രമാണം തന്നെ അറിയാം, ലേവിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ ലേവിക്ക് 11 ഗോത്രത്തിലിരുന്നും 10 വരുമ്പോ എത്രയായി? 110. അപ്പൊ നിനക്ക് എത്രയായി? ഇതെന്താ കണക്കാ? 90 110. സ്വത്രം. അതാ പ്രമാണം. അഭിഷേകം തൈലം ഉള്ളവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. സ്വത്രം. ഇനി നീ എത്ര കോമ്പറ്റേറ്റ് ചെയ്താലും ഇവൻ 110 നിൽക്കത്തുള്ളൂ, നീ 90 നിൽക്കത്തുള്ളൂ. മനസ്സിലാവുന്ന? അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, അവൻ നിന്റെ തലയെ എണ്ണ കൊണ്ട്
അഭിഷേകം ചെയ്യും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മോനെ പിന്തുടരും. നീ അതിൻ്റെ പുറകിൽ പോകണ്ട. നിന്റെ പുറകില് പണം തേടി വരും, സ്ഥാനം തേടി വരും, പേര് തേടി വരും, പ്രൊമോഷൻ തേടി വരും, അനുഗ്രഹങ്ങൾ തേടി വരും. അത് വിശ്വസിക്കുന്നവർ, വിശ്വസ്തന്മാർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ആമേ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം, ഇല്ലെങ്കിൽ എണ്ണയും വീഞ്ഞിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, യാക്കോബ് വീട് വിട്ട് അവൻ വേർപെട്ട് പോവുക. അപ്പനെ ചതിച്ചു, ബ്രദറിനെ ചതിച്ചു, അവൻ വീട് വിട്ടു പോവുക. അവൻ ലൂസ് എന്ന സ്ഥലത്തിലെത്തി. ആ രാത്രി അവിടെ കിടന്നു. അവന് തലയണ ഇല്ലാത്തത് കൊണ്ട് അവിടെ കിടന്ന ഒരു കല്ലിനെ എടുത്ത് തലയണയാക്കി. ആമേൻ. ചരിത്രം അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 28 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ശ്രദ്ധിക്കുക. അവൻ ആ രാത്രി അവിടെ കിടന്നു. അവൻ ആ രാത്രി ദർശനം കണ്ടു. എന്തായിരുന്നു ദർശനം? ആകാശത്തിലിരുന്ന് ഭൂമിയിലേക്ക് ഒരു കോവേണി. ആമേ. അതിൽ ദൂതന്മാർ കയറുന്നു, ഇറങ്ങുന്നു. കാഴ്ച കണ്ടു. അവൻ ഉണർന്നു. അവൻ പറഞ്ഞു, ഇവിടെ ദൈവമുണ്ട്, ഞാനോ അതിനെ അറിഞ്ഞില്ല. സംടൈംസ് ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ചിലർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആമേ. അവൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് അവൻ ആ കല്ല് അവിടെ വെച്ചിട്ട്, ആ തലയണയ്ക്ക് വെച്ചിരുന്ന കല്ലിനെ തന്നെ അവൻ വെച്ചിട്ട് പറഞ്ഞു, ഇനി ഈ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരിക്കില്ല. ലൂസ് മീൻസ് സെപ്പറേഷൻ, വേർപാട് എന്നതാണ് ലൂസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. പക്ഷേ അവൻ അതിനൊരു പേര് കൊടുത്തു, ഇത് ബേഥേലായിരിക്കും. ഇവിടെ ദൈവമുണ്ട്, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ആമേ. ഇനി അടുത്തപടി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഉൽപ്പത്തി പുസ്തകം 28:18. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. എനിക്ക് മനസ്സിലാകാത്തത്, ഇവൻ പ്രാണഭയം കൊണ്ട് ഓടുമ്പോൾ ഇവന്റെ കയ്യിൽ എണ്ണ ഇരിപ്പുണ്ട്. ജീവൻ രക്ഷിക്കാൻ ഓടുക, ഏസാവ് കൊല്ലാൻ വേണ്ടി ഓട്ടിക്കുക. ആമേ. പോകുന്ന പോക്കിൽ ഇവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, എണ്ണ കുപ്പിയുണ്ട്. അത്രം ഇന്ന് പകൽക്കാല എന്ത് പ്രതികൂലം വന്നാലും, എത്ര പ്രശ്നം വന്നാലും, നീ ഒറ്റപ്പെട്ടെന്ന് തോന്നിയാല് നിന്റെ കയ്യിൽ എണ്ണ ഉണ്ടോ? നിന്റെ കയ്യിൽ എണ്ണ ഉണ്ടോ? ഹല്ലേലൂയ. നീ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല, ഒരിക്കലും നീ ലജ്ജിക്കപ്പെടുകയില്ല, ഒരിക്കലും നീ തലകുനിക്കുകയില്ല, ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാകുകയില്ല. എണ്ണ ഉള്ളവർ അവർ മുന്തിരിയോട് ഹല്ലേലൂയ അവസാനിക്കത്തുള്ളൂ. മുന്തിരിയുടെ അനുഭവത്തിലേ അവസാനിക്കത്തുള്ളൂ. ആമേ. എനിക്ക് മനസ്സിലാകാത്തത്, ഇവൻ ആ വെപ്രാളം പിടിച്ച് ഓടിയ ഇടത്ത് ഞാൻ ചോദിക്കുന്ന നിർജ്ജന പ്രദേശം, അവിടെ എണ്ണ എവിടെ നിന്ന് കിട്ടി? അവൻ്റെ കയ്യിൽ എണ്ണ ഉണ്ട്. കുടുംബക്കാരും നാട്ടുകാരും ചർച്ചക്കാരും ബന്ധുക്കാരും എല്ലാം കൈവിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിലും, നീ നിന്ദിക്കപ്പെട്ട ആളാണെങ്കിലും, നിന്നെ ജനം പരിഹസിച്ചാണെങ്കിലും, നീ നിങ്ങളുടെ കുടുംബത്തിന് തലവേദന എന്ന് പറഞ്ഞാലും, നിന്റെ കയ്യിൽ എണ്ണ ഉണ്ടോ? അത് മുറുകെ പിടിച്ചോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതായിട്ട് വെളിപ്പെടുക. ഹല്ലേലൂയ. എണ്ണ ഉണ്ടോ? അത് മുറുകെ പിടിച്ചോ. നിനക്ക് കിട്ടിയ അഭിഷേകത്തെ മുറുകെ പിടിച്ചോ. എല്ലാം നഷ്ടപ്പെട്ടാലും എണ്ണ നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. അടുത്ത് അവൻ എണ്ണ എടുത്തു, അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ലൂസ്. ഇപ്പൊ പേരെന്നാ? ബേഥേൽ. വായിച്ചോ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. അവൻ നേർവാ. എണ്ണ ഒഴിച്ചിട്ട് അവൻ ഒരു നേർച്ച. സ്വത്രം. അവൻ എന്നാ അറിയാം നേർച്ച?
ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. ഉടമ്പടി ചെയ്യുക. നീ എനിക്ക് തരുന്ന നീ എനിക്ക് തരുന്ന അത് വായിച്ചേര്. സകലത്തിനും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. സ്തോത്രം. ദശാംശം കൊടുക്കാത്തവരെല്ലാം ഏറ്റു പറയണം, ഇന്ന് മുതൽ ഈ ദൂതന് കണക്റ്റഡ് ആയിട്ട് എന്ത് വന്നാലും, ഞാൻ പട്ടിണി കിടന്നാലും, സ്തോത്രം, സൗണ്ടേ ഇല്ലല്ലോ. സി പ്ലീസ് പ്രാക്ടീസ്. നിനക്ക് സാലറി കിട്ടിയ ഉടനെ ഡോണ്ട് പേ EMI കിട്ടുകയോ ഇല്ല പലിശ കിട്ടിയോ, ഇതല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് നിന്റെ കയ്യിലിരുന്ന് എടുത്ത് ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം എന്നെ അറിയാം. ആർ യു വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രമാണം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതാണ് ദൈവത്തിൻ്റെ കണ്ടീഷന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ചിലർക്കൊരു സ്വഭാവമുണ്ട്, എല്ലാം കൊടുത്തിട്ട് അവസാനം പറയും ദൈവത്തിന് കൊടുക്കാൻ ഒന്നുമില്ല, കർത്താവേ എനിക്ക് തരണം. ദൈവം തൊഴിക്കുന്നില്ല. 100% ഞാൻ പറയും. ആമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്, എന്ത് വന്നാലും ആദ്യം ദൈവത്തിനുള്ളത് ദൈവത്തിന്. ആമേൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഹല്ലേലൂയ. ഇനി ഈ യാക്കോബ് അവിടെ നിന്ന് യാത്ര ചെയ്തു. എങ്ങോട്ടാ പോയി? ലാബാൻ്റെ വീട്ടിലോട്ട് പോയി. ലാബാൻ്റെ വീട്ടിലിരുന്ന് അവൻ മടങ്ങി വരുന്നത് ഏകദേശം 22 കൊല്ലത്തിന് ശേഷമാണ് മടങ്ങി വരുന്നത്. നിങ്ങൾക്കറിയാം, ലാബാൻ അവനെ കളിപ്പിച്ചു. സ്തോത്രം. ഇവൻ കെട്ടാൻ പോയ, സ്തോത്രം, പെണ്ണിനെ അല്ല അപ്പം കെട്ടിച്ചത്. സ്തോത്രം. ഇഷ്ടമില്ലാത്തതും തലയിൽ കെട്ടിച്ചു. വീണ്ടും തിരിച്ച് ഇവന് വേറെ ആ പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ചു. അമ്മായപ്പൻ്റെ വീട്ടിൽ ബാബ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞ് പാട്ടും പാടി ആടും തീറ്റിച്ച് അവിടെ ജീവിച്ചു. സ്വത്രം. ഈ വേസ്റ്റഡ് ഓൾമോസ്റ്റ് 22 years. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം ഇവൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിച്ചു. ഇപ്പം ഇവൻ മടങ്ങി വരുക. ഇനി ഉൽപ്പത്തി പുസ്തകം 32:10. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഞാൻ അപാത്രമത്രേ എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ്യനല്ല. ഒരു വടിയോടുകൂടി മാത്രമല്ലോ. ഇപ്പൊ എണ്ണയില്ല. അവൻ ഉള്ള എണ്ണ ദൈവത്തിന്റെ ഉടമ്പടിക്ക് വേണ്ടി ഒഴിച്ചു. അത് ഒഴിച്ചിട്ട് വടി മാത്രം പിടിച്ചോണ്ട് യാത്ര ചെയ്തു. യോർദാൻ അക്കരെ കിടക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു വടിയോട് യാത്ര. ആമേൻ. വായിച്ചോ. ഒരു വടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായിരിക്കുന്നു. കണ്ടോ, ഞാൻ പറയാൻ വന്നത്, എണ്ണ ഉണ്ടോ പ്രോസ്പെരിറ്റി നിന്റെ പുറകിൽ വന്നോളൂ. അഭിഷേകം ഉണ്ടോ പണം നിന്റെ പുറകിൽ വരും, സമ്പത്ത് നിന്റെ പുറകിൽ വരും. അല്ലല്ല, ധനവും ഐശ്വര്യം സകലത് നിന്റെ പുറകിൽ. നീ അതിൻ്റെ പുറകിൽ പോകണ്ട. നീ സൂക്ഷിക്കേണ്ടത് എന്നറിയാം, ഈ അഭിഷേക തൈലം എൻ്റെ മേളിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം അതിൽ മുറുകെ പിടിച്ചിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കളഞ്ഞു കുളിച്ചാൽ നിനക്ക് സകലതും നഷ്ടപ്പെട്ടു. ഇനി പറയാം. അവൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. ഈ യോർദാൻ കിടക്കുമ്പോൾ ഞാൻ ഒരു വടിയോടെ കിടന്നു. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് 2 കൂട്ടമുണ്ട്. ആമേ. ഹല്ലേലൂയ. 35-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യം. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. സ്തോത്രം. അവൻ അറിയാം എവിടെയാ കൽത്തൂൺ നിർത്തണം. നിർത്തി. അതിന്മേൽ ഒരു പാനീയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. അത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പാനീയാഗം അല്ലയോ? ഇപ്പോൾ ഡ്രിങ്ക് ഓഫറിങ്, ഇംഗ്ലീഷില് ഡ്രിങ്ക് ഓഫറിങ്. ഞാൻ പറയട്ടെ, ഈ പാനീയാഗം എന്ന് പറയുന്നത് ന്യൂ വൈൻ എന്നാണ്. പുതിയ വീഞ്ഞ്, ഫ്രഷ് ആയിട്ട് പുതിയ വീഞ്ഞ്. നേരത്തെ ഇവന്റെ കയ്യിൽ എന്നാ ഉണ്ടായിരുന്നു? എണ്ണ മാത്രം ഒഴിച്ചു പോയപ്പോൾ
അല്ലയോ? എണ്ണ ഒഴിച്ചിട്ട് പോയി. പക്ഷെ ഇപ്പം ഈ എണ്ണ മാത്രമല്ല, വീഞ്ഞുമുണ്ട്. അങ്ങനെയാണല്ലോ വായിച്ച്. പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. അപ്പൊ നേരത്തെ എണ്ണ മാത്രം ഒഴിച്ചു പോയി. എണ്ണ ഉണ്ടെങ്കിൽ വീഞ്ഞു വന്നോളൂ. അഭിഷേകം ഉണ്ടോ, പ്രോസ്പെരിറ്റി വന്നോളൂ. നീ അതിന്റെ പുറകിൽ പോകണ്ട. പലതിനും മനസ്സിലാകത്തില്ല. കഴുതിയ പോലെ അധ്വാനിക്കും, ഓട്ടസഞ്ചലിട്ടതുപോലെ ഇരിക്കും. എന്ത് പ്രയോജന? ചിലത് ലക്കും ഇല്ല, ബ്രേക്കും ഇല്ല, ഒരു ലക്കും ഇല്ല. എവിടെ പോവാ? എന്താ ചെയ്യ? സ്വത്രം. നീ ദൈവകൃപയിൽ നിന്നോ, ബാക്കി നിനക്കുള്ളത് പുറകെ വന്നോളൂ. വരും, വരും, വന്നിരിക്കും. ഒരു പിശാചിനും അത് തടയാൻ പറ്റുകയില്ല. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടി ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു അഭിഷേകം നിങ്ങൾ ക്യാരി ചെയ്ത നിങ്ങളുടെ ജീവിതം മൊത്തം വീഞ്ഞിൻ്റെ അനുഭവമായിരിക്കും. നിങ്ങൾക്കൊന്നറിയാമോ? ഈ ശാപം വരുമ്പോൾ നഷ്ടപ്പെടുന്ന 3 കാര്യമുണ്ട്. ശാപത്തിൻ്റെ ലക്ഷണം 3 കാര്യം. ഒന്ന് ഗ്രൈൻ, ഒന്ന് ധാന്യം നഷ്ടപ്പെടും. 2 എണ്ണ നഷ്ടപ്പെടും. 3 വീഞ്ഞ് നഷ്ടപ്പെടും. അത് ശാപത്തിൻ്റെ ലക്ഷണം. യോവേൽ പ്രവചന പുസ്തകം 1:10. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കണ്ടോ? ഇത് ശാപത്തിന്റെ ലക്ഷണമാണ്. ഇത് ശാപത്തിന്റെ ലക്ഷണം. ധാന്യം ദൈവവചനത്തെ കാണിക്കുന്നു. ഹലോ, ആർ യു വിത്ത് മീ? ധാന്യം ദൈവവചനത്തെ കാണിക്കുന്നു. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്നു, പ്രകടനങ്ങളെ കാണിക്കുന്നു. ഇത് ഒരു വ്യക്തിയിലോ കുടുംബത്തിലോ നഷ്ടപ്പെട്ട അവൻ ശാപത്തിൻ്റെ അണ്ടറിലാണ്. ഇന്ന് രാത്രി ആമേൻ, ദൈവം നിനക്ക് കൊടുക്കാൻ പോകുന്നത് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കും. ആമേൻ. ഒന്നും അധ്വാനിക്കാതെ വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്തുമ്പോൾ എനിക്ക് വേണ്ടി സകലതും കരുതി വെക്കുന്നത് സൂപ്പർ നാച്ചുറലാ. ഞാൻ സ്വന്തമായി അധ്വാനിച്ച് കരുതിയപ്പോലെ അധ്വാനിച്ച് അവസാനം ഒരിടത്ത് വന്നപ്പോൾ സ്വത്രം ആത്മാവിന് ഒഴുകിക്കോ, ബാക്കി തമ്പുരാൻ നിന്നെ കൊണ്ട് എത്തിക്കുന്ന സ്ഥലം. ആമേൻ. നാച്ചുറൽ എബിലിറ്റി, സ്വന്തം കഴിവും സ്വന്തം എടുക്കല്ല, അഭിഷേകത്തിലേക്ക് എൻ്റെ ജനം മടങ്ങി വരട്ടെ. അവർ സമൃദ്ധിയിലേക്ക് ദൈവം നടത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഒരു വാക്യം കൂടി വായിച്ച യോശയുടെ പ്രവചന പുസ്തകം 9:2. കളവും ചക്കും അവരെ പോഷിപ്പിക്കയില്ല, പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാകും. കണ്ടോ? ഇത് ശാപത്തിന്റെ ലക്ഷണമാണ്. പുതുവീഞ്ഞും ഇല്ലാതാകും, പ്രോസ്പെരിറ്റി ഇല്ലാതാകും. If you are obey and come back and repent, നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് അടിയറ പറ, നിന്റെ ശൂന്യതയിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുക്കും. നീ അറിയാത്ത വഴിയിൽ നിനക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും. Where there is no way, God will make a way for you. ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കും. ആമേൻ. നീ അറിയാത്ത മണ്ഡലത്തിൽ നിന്ന് നിനക്ക് സഹായം വരും. ആമേൻ. നിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയല്ല, ലോകമല്ല. നിന്റെ സോഴ്സ് ദൈവമായിരിക്കണം. ആമേൻ. അത് പറ്റത്തില്ല. വ്യക്തി റിസോഴ്സാ, ദൈവം സോഴ്സാ. വ്യക്തി റിസോഴ്സാ, ദൈവം സോഴ്സാ.
ദൈവത്തിൽ ഇരുന്ന് ഒറ്റത്തില്ല. അവിടെ നിന്ന് ഒഴുക്ക് നിൽക്കത്തില്ല. അത് നിറഞ്ഞ് കവിയുന്ന അവസ്ഥയാ. മനുഷ്യൻ നിന്നെ എത്ര സഹായിച്ചാലും ഒരു പരിമിതിയുണ്ട്. ഞാൻ നിങ്ങളെ എത്ര സഹായിച്ചെന്ന് പറഞ്ഞാൽ ഒരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവം സഹായിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 120-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. 121-ാം സങ്കീർത്തനം പറയുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉളവാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ഇനി ശാപം വേണ്ട. മരുഭൂമിയുടെ ആ കാലം തീർന്നു, ഞാൻ സമൃദ്ധിയിലേക്ക് കയറുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. But you have to take a covenant with God. നിങ്ങൾ ദൈവമായിട്ട് ഒരു ഉടമ്പടിയിൽ വരണം. യാക്കോബ് ഉടമ്പടിയിൽ വന്നു. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹയുടെ കാലഘട്ടത്ത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതെല്ലാം കഴിഞ്ഞു. സ്തോത്രം. അവസാനം അരാറത്ത് പർവ്വതത്തിൽ ആ പെട്ടകം വന്ന് നിന്നു. ആദ്യം വാതിൽ തുറന്നു വിട്ട് പക്ഷിയുടെ പേരെന്നെ കാക്ക. അത് തിരിച്ചു വന്നു. സ്തോത്രം. ആ പോക്ക് പോയി, ഒന്നില്ല. പിന്നെ ദൈവം നോഹ വിട്ടത് ആരെ? പ്രാവിനെ. പ്രാവ് എല്ലായിടത്തും പോയി കാലുകുത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തിരിച്ചു മടങ്ങി വന്നു. ആമേ. ഹല്ലേലൂയ. ചിലർക്ക് ഈ പോക്ക് പോയാൽ അവർ പോകുന്ന വഴിയിൽ അങ്ങ് പോകും. അത് കാക്കയുടെ സ്വഭാവമാണ്. പ്രാവ് അങ്ങനല്ല. പ്രാവിനറിയാം. ആമേ. അത് എല്ലായിടത്തും ഇരിക്കത്തില്ല. അതിനൊരിരിപ്പിടമുണ്ട്. അത് മടങ്ങി വന്നു. നോഹയ്ക്ക് മനസ്സിലായി ഇനി വെള്ളം വറ്റിട്ടില്ല. 7 ദിവസത്തിന് ശേഷം വീണ്ടും നോഹ പ്രാവിനെ വിട്ടു. സ്തോത്രം. പ്രാവ് പോയി തിരിച്ച് മടങ്ങി വന്നപ്പം ഏത് പച്ചലയാ? ഒലിവിന്റെ പച്ചലയാ. സ്തോത്രം. ദൈവം റിനോവേറ്റ് ചെയ്തപ്പം ഭൂമി ആദ്യം കൃഷി തുടങ്ങിയത് എന്നാ അറിയോ? ഒലിവ് വൃക്ഷം കൊണ്ടാ. ഉൽപ്പത്തി പുസ്തകം 8:10-11 പെട്ടെന്ന് വായിച്ചോ. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. പച്ച സ്വത്രം എന്ന് പറഞ്ഞ ഫ്രഷ് ആയിരിക്കുന്ന ഒരു ഓയില. അതിന്റെ അർത്ഥം എന്നാ അറിയോ? അതിന്റെ അർത്ഥം എന്നാ? നിന്റെ ശാപം തീർന്നു, ഇനി നീ പച്ച പിടിക്കാൻ പോകുക, അനുഗ്രഹത്തിലേക്ക് പോകുക. സ്വത്ര. ഇനി 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. എന്തോ മുന്തിരിത്തോട്ടം. അവൻ കൃഷി തുടങ്ങിയത് എന്നറിയാ? മുന്തിരിത്തോട്ടം. പ്രാവ് കൊണ്ടുവന്നത് ഒലിവെണ്ണ. സ്വത്രം. ഓയിലും മുന്തിരിത്തോട്ടം ഒരുമിച്ച് വരുന്നു. അതാണ് സമൃദ്ധി. നഷ്ടപ്പെട്ടത്, നിർമൂലമായത്, ഒന്നുമില്ലാത്തത് അവിടെ നിന്ന് വീണ്ടും പച്ച പിടിച്ച് വരണമെങ്കിൽ ആദ്യം ഓയിൽ വരട്ടെ, അഭിഷേകം വരട്ടെ. ഹല്ലേലൂയ. അഭിഷേകം വന്ന മുന്തിരി വരും. മുന്തിരിത്തോട്ടം അവൻ നട്ടുപിടിപ്പിച്ചു. ആമേ. 2025 ദൈവം അത് തന്നെ ചെയ്യാൻ പോകുന്നു. മുന്തിരിയുടെ അനുഭവങ്ങൾ ഇനി ഒത്തിരി ഉണ്ട്. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. ഇന്ന് പകൽക്കാലം എണ്ണ നഷ്ടപ്പെടുത്തരുത്. മുന്തിരിയുടെ അനുഭവം വേണോ? എണ്ണ മുറുകെ പിടിച്ചോ. ഹല്ലേലൂയ. ഫ്രഷ് ഓയിലും ദൈവത്തിൻ്റെ ന്യൂ വൈനും.
ആമേൻ. ചിലർക്കുണ്ട് ഒരു ചിന്ത ഉണ്ട്, ഓ ഞങ്ങൾ പഴയ വീഞ്ഞ് കുടിച്ചവരാ, പഴയ വീഞ്ഞ് കുടിച്ചവരാ, അതുകൊണ്ട് പുതിയതൊന്നും നമുക്ക് വേണ്ടേ. സ്വോത്രം എങ്ങനെയാ പറയുന്നത്? നമുക്കൊന്നും വേണ്ടേ. സ്വോത്രം അവർ പഴയത് മതി, നമുക്കൊരു ഉയർച്ച ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി പോയാൽ മതി. ഈ ചിന്താഗതി മാറ്റണം. പുതിയ വീഞ്ഞ് വരണമെങ്കിൽ പുതിയ തുരുത്തി, നിൻ്റെത് തുരുത്തിയും പുതിയതായിരിക്കണം. ആമേ. പുതിയ തുരുത്തിയിൽ അല്ലല്ലേ സ്തോത്രം പുതിയ വീഞ്ഞ് പകരത്തുള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല എന്ന് പറഞ്ഞ് നിൻ്റെ പഴയ ചിന്താഗതിയിൽ നീ ഒതുങ്ങിയ പുതിയ വീഞ്ഞ് പകരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. തുരുത്തി മാറ്റണം. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ സ്വഭാവം മാറണം, ചിന്ത മാറണം, നടപ്പ് മാറണം, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അത് മാറുമ്പോൾ പുതിയ വീഞ്ഞ് വരുന്നു, പുതിയ എണ്ണ വരുന്നു, ഫ്രഷ് ഓയിൽ വരുന്നു, ന്യൂ വൈൻ വരുന്നു. നിനക്കറിയാത്ത മണ്ഡലത്തിൽ പ്രൊമോഷൻ വരുന്നു, നിനക്കറിയാത്ത മണ്ഡലത്തിൽ ബ്ലോക്കായത് റിലീസാകുന്നു. നീ അറിയാതെ തന്നെ പ്രോസ്പെരിറ്റിയിലേക്ക് കയറുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ എണ്ണ മാത്രമുണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ രാജ്യത്വം അംഗീകരിച്ചപ്പോൾ അവൻ സകലർക്കും, സ്ത്രീ പുരുഷന്മാരെന്ന് അത് നോക്കാതെ എല്ലാവർക്കും അവൻ വീഞ്ഞ് പകർന്നു കൊടുത്തു. വീഞ്ഞ് പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്നറിയാം. നിന്നെ മാത്രമല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, നിൻ മുഖാന്തരം അനേകർക്ക് അനുഗ്രഹമാകണം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഈ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തണം. തുറന്ന് പ്രാർത്ഥിച്ചോ. എന്തിനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു, എന്തിനാ ഇത് പറയിപ്പിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷെ നിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാം. ഗാഡ് ഈസ് ഗിവിങ് എ ചാൻസ്, വൺ മോർ ചാൻസ്. ഒരു അവസരം കൂടി തരുന്നു. നിനക്ക് ശാപം ഏറ്റെടുക്കാം, ഇല്ല അനുഗ്രഹം ഏറ്റെടുക്കാം. നിൻ്റെ ഉള്ളം കഠിനപ്പെടാം, ഇല്ല നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. നീ ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരാം, ഇല്ല നീ പോയ വഴി തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അവസാനം എന്തായിരിക്കും? അവസാനം എന്തായിരിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ വേണമെങ്കിൽ എന്നെ പരീക്ഷിച്ച് നോക്കാം, സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. യോവേൽ പ്രവചന പുസ്തകത്തിൽ പറയുന്നത് പോലെ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവം ചെയ്യാൻ പോകുന്നത്, ഒന്ന് നിന്റെ ഹല്ലേലൂയ സ്തോത്രം ധാന്യം നഷ്ടപ്പെടും, 2 എണ്ണ നഷ്ടപ്പെടും, 3 മുന്തിരി നഷ്ടപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ പോയ നിന്റെ അപ്പത്തിൻ്റെ കോലിനെ അവൻ ഒടിച്ചു കളയും. നിന്റെ വരുമാനത്തിൻ്റെ, നിന്റെ നന്മയെ അവൻ തകർത്ത് കളയും. അത് പിശാചല്ല. നീ വളരെ വിതച്ചു, ഏറിയത് കൊയ്യുമെന്ന് നീ ചിന്തിച്ചു, പക്ഷേ അല്പമേ നീ കൊയ്തത്. നീ ഒത്തിരി കിട്ടുമെന്ന് പറഞ്ഞു നീ ദൈവസന്നിധാനത്തിൽ ദൈവവചനത്തിന് കീഴ്പ്പെടാതെ പോയത് കൊണ്ട് അവൻ പറയും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ അതിനെ ഊതിക്കളയുമെന്ന്. ഇന്ന് പകൽക്കാലം നിനക്ക് ശാപമല്ല, നിനക്ക് അനുഗ്രഹമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണം, നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണം. നീ വായ്പ മേടിക്കാനല്ല, വായ്പ കൊടുക്കുമാറാക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് പകൽക്കാലം ദൈവ പദ്ധതിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഞാൻ ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു. എന്തൊക്കെ വന്നാലും ദൈവത്തിനുള്ളത് ദൈവത്തിനുള്ളത്, മാമാനുള്ളത് മാമാനുള്ളത് എന്ന തീരുമാനത്തിലേക്ക് വരിക. വതുർന്ന് പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ, കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞാൻ മടങ്ങി വരാ, ഞാൻ മടങ്ങി വരാ, എന്നോട് ക്ഷമിക്കണമേ,
ഞാൻ നിന്നെ വിട്ട് അകന്നുപോയി, നിന്റെ കൃപ ഞാൻ ചോർത്തിക്കളഞ്ഞു, നിന്റെ അഭിഷേക തൈലം ഞാൻ നഷ്ടപ്പെടുത്തി. ഇല്ല പിതാവേ, ഞാൻ മടങ്ങി വരുന്നു. ഒരു മുടിയരാപുത്രൻ മടങ്ങി വരുന്നത് പോലെ മടങ്ങി വരിക. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. അവിടെ നിനക്ക് എണ്ണ ഉണ്ട്, അവിടെ നിനക്ക് വീഞ്ഞുണ്ട്, അവിടെ നിനക്ക് സമൃദ്ധിയുണ്ട്, അവിടെ നിനക്ക് സമാധാനമുണ്ട്. ഇന്ന് പകൽക്കാലം അത് വിട്ടേച്ച് നീ പോയാ നിനക്ക് സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, ഹല്ലേലൂയ, സമൃദ്ധി നഷ്ടപ്പെടും. നീ ദാരിദ്ര്യത്തിലേക്ക്, നിന്റെ ജീവിതാവസാനം ശൂന്യതയിലേക്ക് എത്തിക്കും. ഇത് പിശാചിന്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി വരേണ്ടവർ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, നിന്റെ ജനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നപ്പാ, നിന്റെ ജനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നപ്പാ. കർത്താവേ, ഞങ്ങൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറാൻ പോകുന്നപ്പാ. ഹല്ലേലൂയ. അവിടെ നന്മ ഉണ്ടപ്പാ, അവിടെ പാലും തേനും ഒഴുകുമപ്പാ, അവിടെ മുന്തിരിത്തോട്ടമുണ്ട്, അവിടെ ഒലിവിന്റെ തോട്ടമുണ്ട്. ഞങ്ങൾ കുഴിക്കാത്ത കിണറുണ്ട്, ഞങ്ങൾ പണിയാത്ത ഭവനമുണ്ട്. ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടല്ലപ്പാ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നൽ പോലും വന്നിട്ടില്ലല്ലോ. രാത്രി, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിലേക്ക് നടത്തണമേ അപ്പാ. സമർപ്പിക്കുന്നപ്പാ, സമർപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഞാൻ നിങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്യട്ടെ. ഈ ആണ്ടിൻ്റെ ആദ്യ മാസത്തിൻ്റെ നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ഈ അഭിഷേക തൈലം നിങ്ങളെ പിന്തുടരട്ടെ. മുന്തിരിയുടെ അനുഭവവും എണ്ണയുടെ അനുഭവവും നിങ്ങളെ വിട്ടു പിരിയാതെ നിങ്ങളുടെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ, പകർന്നുകൊണ്ടിരിക്കട്ടെ. അത് ജോലി സ്ഥലത്ത് കാണട്ടെ, അത് കുടുംബത്തിൻ്റെ അകത്ത് കാണട്ടെ, അത് സഭയിൽ കാണട്ടെ, അത് മിനിസ്ട്രിയിൽ കാണട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സഭയുടെ പിതാവ് എന്ന സ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കുറവും കാണുകയില്ല. ഹല്ലേലൂയ. നീതിമാന്മാരുടെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആ വാഗ്ദത്ത പ്രകാരം നിന്റെ ജനം നന്മയിലേക്ക് വർദ്ധിച്ചു വരട്ടെ. അവർക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ദൈവകൃപ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.